മോഡ് മാറി. ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാവരും എക്സാം ഫോക്കസ്ഡ് ആയി. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഒന്നും വേണ്ട. ഞാൻ എന്താ പഠിക്കാത്ത പോലെ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഒരു ഗോള് വന്ന് തന്നെ ബാക്കിയുള്ള കുട്ടികളും പഠിക്കുന്നതുകൊണ്ടാണ്. അതൊക്കെയായിരുന്നു തിങ്ക് ചെയ്ത ഏറ്റവും ബെസ്റ്റ് പാർട്സ്. അതുകൊണ്ട് വീട്ടിൽ പോയി പിന്നെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായില്ല. ഹായ്, എൻ്റെ പേര് റസൽ അനസ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അപ്പോൾ തിങ്ക് തൃശ്ശൂരിലാണ് പഠിച്ചിരുന്നത്. ലാസ്റ്റ് ഇയർ റിപ്പീറ്റേഴ്സ് ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ UCED ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ UCEDന് എനിക്ക് റാങ്ക് 47 കിട്ടി. അപ്പോൾ ഫസ്റ്റ് സീറ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് IIIT-DM ജബൽപൂർ കിട്ടിയിട്ടുണ്ട്. ഞാൻ UCEDന് ആദ്യം കേട്ടത്, എനിക്കൊരു സീനിയർ ഉണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ +2-ലായിരുന്നു. അപ്പോൾ ആൾ UCED എഴുതാൻ ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ അറിഞ്ഞത് UCED നിന്ന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു എക്സാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ 12th ആയപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായില്ല. ഞാൻ ആ സമയത്ത് ഈ എൻജിനീയറിങ് തന്നെ ആ മോഡിലായിരുന്നു. പിന്നെയാണ് ഞാൻ തിങ്കിൽ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും UCED ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ്ലി തിങ്കിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, തിങ്കിലത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അടിപൊളിയായിരുന്നു. ആ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ലെവലിൽ ഫോക്കസ് ചെയ്തിട്ടായാലും പഠിക്കാനുള്ളൊരു ഗോള് വന്ന് തന്നെ ബാക്കിയുള്ള കുട്ടികളും പഠിക്കുന്നതുകൊണ്ടാണ്. സ്റ്റുഡൻസും അതേപോലെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയാലും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയാലും അതൊക്കെയായിരുന്നു തിങ്ക് ചെയ്ത ഏറ്റവും ബെസ്റ്റ് പാർട്സ്. തിങ്ക് UCED ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ സാധാരണ മാത്സും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒന്നും തീരെ പ്രാക്ടീസ് ചെയ്യില്ല. ഞാൻ സ്കൂളിലാവുമ്പോഴും തന്നെ വീട്ടിൽ വന്ന് പഠിക്കാറൊന്നുമില്ല. അപ്പോൾ തിങ്കിൽ വന്നിട്ടും അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ക്ലാസ്സിൽ തന്നെ എടുക്കുന്നത് ക്ലാസ്സിൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് വീട്ടിൽ പോയി പിന്നെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായില്ല. വീക്കിലി 3 days or 4 days ആയിട്ട് എക്സാമുകൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എക്സാം എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പോയി പഠിക്കേണ്ട ശരിക്കും ആവശ്യമൊന്നുമില്ല. UCEDൻ്റെ ഡ്രോയിങ് പാർട്ടിൽ ഒരു സീൻ ഡ്രോയിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സീൻ ഡ്രോയിങ്ങിന് പ്രാക്ടീസ് ഉള്ളത് മെയിനായിട്ട് എനിക്ക് വന്നത് തിങ്കിന്ന് പഠിച്ചിട്ടാണ്. പിന്നെ ബാക്കി കുട്ടികൾ ചെയ്യണ കാണുമ്പോഴും നമുക്ക് അവരൊന്നായി ചെയ്യണ്ടല്ലോ, അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യാത്തതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങും. അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും എൻ്റെ ഡ്രോയിങ് എനിക്ക് പണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ആസ്പെക്റ്റ് ആയിരുന്നു എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു റിലേറ്റീവ് പ്രൊപ്പോർഷൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കാൻ വന്ന വാക്ക്. റിലേറ്റീവ് പ്രൊപ്പോർഷൻസ് എനിക്ക് അത്ര റെഡി ആയിരുന്നില്ല. പക്ഷേ ഇവിടെ തിങ്കിൽ വന്നതിന് ശേഷം അത് ഒക്കെ പക്കയായി, എക്സാമൊക്കെ സുഖമായിട്ട് എഴുതി പോന്നു. ലാസ്റ്റ് മന്ത് മോഡ് മാറി. ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാവരും എക്സാം ഫോക്കസ്ഡ് ആയി. അപ്പോൾ പിന്നെ എനിക്ക് ആ ഫസ്റ്റ് കിട്ടിയ എക്സൈറ്റ്മെൻറ്റും അതൊക്കെ കുറഞ്ഞു വന്നപ്പോൾ എല്ലാവരും പഠിക്കണം മൂടായപ്പോൾ ഞാൻ എന്താ പഠിക്കാത്ത പോലെ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവരെന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് തന്നെ ഞാനും പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയപ്പോൾ സാറുമാരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് പഠിച്ചാൽ ചിലപ്പോൾ ചിലവർക്ക് അത് ബെനിഫിഷ്യൽ ആവാന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് മെയിനായിട്ട് ഞാൻ NID മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ട് NID തന്നെ കിട്ടണം എന്നുണ്ടായിരുന്നുള്ളൂ. NID നിഫ്റ്റ് മാത്രമായിരുന്നു ഞാൻ ഫോക്കസ്. NID കിട്ടിയില്ലെങ്കിൽ നിഫ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ചോയ്സ് ആയിരുന്നു ഞാൻ UCED കൊടുത്തിട്ടുണ്ടായിരുന്നത്. എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് UCED ആണ് ഇപ്പോൾ ഹയസ്റ്റ് റാങ്കിങ്ങും സീറ്റ് കിട്ടിയതും. UCEDൻ്റെ എക്സാം എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയായിരുന്നു വന്നത്. പിന്നെ ഇപ്രാവശ്യം UCEDയിൽ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ പോലെ. ആ ഒരു ടിഫിൻ ബോക്സ് ഉണ്ടാക്കുന്നത് വരച്ച് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത് അത് ഓൾറെഡി ഞങ്ങൾ തിങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര എളുപ്പമായിരുന്നു. അത് നിവിയ മാമായിരുന്നു ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാം പറഞ്ഞ അതേപോലെ ഞങ്ങൾ പഠിച്ച പോലെ തന്നെ അതാണ് വരച്ചിട്ടു. ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയാലും ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അവർ മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അതിൻ്റെ എലമെൻറ്റ്സ് വല്ലതും മിസ് ചെയ്യുന്നുണ്ടോ, പെർസ്പെക്റ്റീവോ റിലേറ്റീവ് പ്രൊപ്പോർഷനോ അതൊക്കെ നോക്കണുള്ളൂ. അതുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്തത് തന്നെ അത് വന്നിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് പാർട്ടിത്തെ മാത്സും അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഏകദേശം ഒക്കെ ഒരേ പാറ്റേണിലാണ് വരാം. അതുകൊണ്ട് അത്ര പേടിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എക്സാം ഉണ്ടായിരുന്നു. UCEDൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിരുന്നു. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അത്യാവശ്യം റാങ്ക് ഉണ്ടാവുന്നു. പക്ഷേ 47 ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ വെച്ചാൽ ഇതെൻ്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ആയിരുന്നു. ഞാനത് തീരെ എനിക്ക് കിട്ടണമെന്ന് വെച്ചിട്ട് എഴുതിയതല്ല. ഞാൻ ജസ്റ്റ് NID കിട്ടണമെന്നുണ്ടായിരുന്നു, അതേപോലെ UCED എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ബാക്കപ്പ് പ്ലാൻ പോലെ വെച്ചിരുന്നതായിരുന്നു.
കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടുകാരൊക്കെ വിളിച്ച് എനിക്ക് 47 റാങ്ക് കിട്ടി UCD എഴുതിയിട്ട്. അപ്പം ഞാൻ പ്രതീക്ഷിച്ച റിയാക്ഷൻ ഒന്നും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് NID വേണം, അല്ല NID കിട്ടും എന്നാണ്. അപ്പോൾ UCDയിൽ ഇത്ര റാങ്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അവർക്ക് സന്തോഷിക്കണോ അതോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ഇതിൻ്റെ 47 റാങ്ക് വലിയ കാര്യമാണോ അതോ നോർമലാണോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് IIT കിട്ടും, IIT ഏതെങ്കിലും ഒരു കോളേജിൽ തന്നെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴാണ് അവർക്ക് ഒന്നുകൂടിയും അവരും റിലീവ്ഡ് ആയിട്ട് സന്തോഷിക്കണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുന്നത്. ഇത് കാഷ്വലായിട്ട് എഴുതാനായിരിക്കും ഞാൻ പറയാ. എന്താണെന്ന് വെച്ചാൽ ഞാൻ NID വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഞാൻ NID ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. NID ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടാണ് പോയി എഴുതി. എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട്. ഞാൻ UCD പക്ഷേ ഭയങ്കര കാഷ്വലായിട്ട് പോയി എഴുതി. പ്രിപ്പറേഷനും വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസ്സിലെടുത്തത് തന്നെയായിരുന്നു ഞാൻ ചെയ്യേണ്ടായിരുന്നു. ക്ലാസ്സിലെടുത്തതല്ലാതെ ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ മാത്സ് പോർഷനും ഡ്രോയിങ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഗുഡാണെങ്കിൽ ഡ്രോയിങ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഡ്രോയിങ് ഒക്കെ ജസ്റ്റ് അവർ പറഞ്ഞ സാധനം നിങ്ങളവിടെ വരച്ച് വെച്ചാൽ മതി. അല്ലാണ്ട് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഒന്നും വേണ്ട. പിന്നെ പറയുകയാണെങ്കിൽ ആ മറ്റേ ഫസ്റ്റ് പാർട്ട് എയിൽ വരുന്നതൊക്കെ ജസ്റ്റ് ആ പാർട്ട് എ വരുന്നത് എന്താണെന്നുള്ളത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിലബസിലുണ്ട്. അപ്പോൾ നമുക്ക് അതന്നെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. അതിൽ നിന്ന് തന്നെ വരുള്ളൂ, അതേ പാറ്റേണിൽ തന്നെ വരുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഇത് പേടിച്ച് എഴുതേണ്ട ഒരു എക്സാം അല്ല. നമ്മൾ സിമ്പിളായി കൂളായിട്ട് എഴുതി പോവുക.